എല്ലാവരുടെ വീട്ടിലും ഒരു ഷുഗർ പേഷ്യൻ്റെങ്കിലും ഉണ്ടാവില്ലേ? നടന്നു നോക്കിയാൽ നിരന്ന വിള എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ മാത്രമേ ഷുഗറുള്ള ആളുകളുള്ളൂന്ന്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഷുഗർ പേഷ്യൻ്റ് ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ നല്ല ഹൈ ഷുഗറിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ കുടിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഇൻസുലിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് ഗുളിക കഴിക്കണ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ ഗുളിക കഴിച്ചും ഇൻസുലിൻ കുത്തിയൊക്കെ നമ്മുടെ ശരീരം അതുപോലെ തന്നെ കണ്ണ് കിഡ്നി അടിച്ചു പോവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ നെല്ലിക്ക വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഷുഗർ പെട്ടെന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് കാഴ്ചശക്തി കൂടാനും രക്തം വർദ്ധിക്കാനും രക്തം ശുദ്ധീകരിക്കാനും ഒക്കെ പറ്റുന്ന പ്രഷർ നോർമലാവാനൊക്കെ പറ്റുന്ന 2-3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയൊരു ഡ്രിങ്കാണ് കേട്ടോ ഇവിടെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് സാധാരണ കുടിക്കുന്ന ഡ്രിങ്കിനെ പോലല്ല. ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടത്തോട് കൂടി കുടിക്കും. നമ്മളൊരു വലി വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വലിച്ചുകൊണ്ടിരിക്കും. ചില ചായയൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ചായ കുടിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കുടിക്കാൻ അങ്ങനെ തോന്നുന്നത്. അതുപോലെ ആയിരിക്കട്ടെ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ ചുണ്ടിൽ നിന്ന് നമുക്ക് ആ ഒരു ഗ്ലാസ് മാറ്റാനേ തോന്നില്ല. അത്രക്കും അടിപൊളി ടേസ്റ്റുമാണ്. അത് ടേസ്റ്റോട് കൂടി തന്നെ അതോടൊപ്പം നമ്മുടെ ഷുഗർ എത്ര ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും നോർമലായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിനാൽ നമുക്ക് മലബന്ധം അങ്ങനെ ഒരുപാട് നമുക്ക് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളത് അതിനെല്ലാം ഉത്തമ പരിഹാരം കൊണ്ടായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് നമ്മളിവിടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണത്. മൂത്തവർ ചൊല്ലും, മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. നമ്മളെല്ലാവരും എത്ര തവണ കേട്ടു പഴകിയ ഒരു പഴഞ്ചൊല്ലാണല്ലേ അത്. നെല്ലിക്ക എന്നുള്ള അതിവിശിഷ്ട വിഭവത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു പഴഞ്ചൊല്ല്. നല്ല കയ്പും നല്ല പുളിയും അതിൻ്റെ കൂടെ തന്നെ നല്ല മധുരം ഒത്തുചേർന്ന് നമുക്ക് നമ്മുടെ നാവിന് രുചി ഊറുന്ന ഇതിനേക്കാളും നല്ലൊരു കായ് പിന്നെ എവിടെ നിന്നല്ലേ നമുക്ക് കിട്ടാറുള്ളത്. ഇത് നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ പിഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഷ്ടം കൊണ്ട് നമ്മൾ നെല്ലിക്കൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ വായിൽ വെക്കും. പക്ഷെ അത് നല്ലൊരു ചമർപ്പും കയ്പും പുളിയെല്ലാം കൂടെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ നാവിന് നല്ലൊരു മധുരമായിരിക്കും. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ നല്ല മധുരമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഈ ഒരു നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങനെ കുടിക്കും, നല്ലൊരു മധുരമാണ്. അപ്പോൾ പണ്ട് മുതലേ ആയുർവേദ മരുന്നിൻ്റെ ഷാപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നിറച്ച് നെല്ലിക്ക ഉണ്ടാവില്ലേ. ഉണക്ക നെല്ലിക്ക വലിയ വലിയ ചാക്ക് നിറച്ച് കെട്ടി വെച്ചിട്ടുണ്ടാവും. മുമ്പേ ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ് ഈ നെല്ലിക്ക. ഒരുവിധം മരുന്നിലൊക്കെ കൂട്ടും ഈ ഒരു നെല്ലിക്ക. ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ആൻറ്റി ഡയബറ്റിക് പോഷക ഗുണങ്ങൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണക്രമത്തിൽ നെല്ലിക്ക കൂടി ഉൾപ്പെടുത്തുകയാണ് കാരണത്താൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ നമുക്ക് വേഗം അസുഖം വന്ന് കൂടും. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നും നമുക്കിപ്പോൾ നെല്ലിക്ക എപ്പോഴും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നെല്ലിക്ക വെറുതെ അങ്ങോട്ട് പച്ചക്ക അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിക്കണേ, അതുപോലെ തന്നെ ഒരു കറിവേപ്പിലേൻ്റെ ഒരൊറ്റ തണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ലേശം ഉപ്പും കൂടെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന പഞ്ചസാരൻ്റെ അളവ് നല്ല കറക്റ്റ് അളവിലാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറഞ്ഞത്. ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കണ്ട. എന്താ വെച്ചാൽ നമുക്ക് നെല്ലിക്ക നല്ലോണം അരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുമ്പോൾ നല്ല കറക്റ്റിൽ അരിഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. അതെല്ലാം വേണ്ട ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ, അതൊക്കെ നിങ്ങളിഷ്ടം. ഏതായാലും ഇത് നല്ലോണം അരിച്ചെടുക്കണുണ്ട്. ഇനി അരിക്കാതെ കുടിക്കട്ടോ, അരിക്കാതെ കുടിക്കണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് അരിച്ചിട്ട് കുടിക്കുമ്പോഴാണല്ലോ ഒരു സുഖം കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിക്കണോ അരിക്കണ്ടെന്നൊക്കെ ഉള്ള നിങ്ങളിഷ്ടം. ഏതായാലും ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് നമ്മൾ ചായയൊക്കെ അരിക്കണ അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ചണ്ടിയൊക്കെ ഉണ്ടാവും. കാരണം ഇതിൽ ഇഞ്ചിയുടെ ആ ഒരു ചണ്ടിയും അതുപോലെ തന്നെ കറിവേപ്പിലേൻ്റെ ചണ്ടിയും പിന്നെ നെല്ലിക്കൻ്റെ എല്ലാം കൂടെ ആയിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിയണത് നിങ്ങളിത് അരിക്കാതെ കുടിക്കണതായിരിക്കും നന്നാവുക. പക്ഷെ നിങ്ങൾക്ക് കൊല്ലിയിലൊക്കെ ഇങ്ങനെ ചെറിയ ചണ്ടികളൊക്കെ തടഞ്ഞ് നിൽക്കുന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അരിക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാനുള്ള ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാണ്ട് കേട്ടോ.
ഈ നെല്ലിക്ക നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളൊക്കെ പുറന്തള്ളും. വിഷവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പുറന്തള്ളാൻ വേണ്ടി നമ്മൾ മലത്തിലൂടെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നതാണ്. പിന്നെ നല്ല ഈ മലബന്ധമുള്ള ആളുകൾക്കൊക്കെ ഒരു നെല്ലിക്ക കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നെല്ലിക്കൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം ശോധനയൊക്കെ ഉണ്ടാവും കേട്ടോ. മരുന്ന് പോകാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി, നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി എത്രയോ ആളുകളുണ്ട് ദിവസവും ഡെയിലി ഗുളികകൾ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകൾ. അതൊക്കെ ഒരുപാട് ദോഷം ചെയ്യും. പക്ഷേ ഇതുപോലുള്ളതൊക്കെ നമ്മൾ കുടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദോഷം നമ്മൾ ശരീരത്തിന് ഉണ്ടാവില്ല. നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുകയുള്ളൂ. കാരണം രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലൊരു സംഭവമാണ് ഈ ഒരു നെല്ലിക്ക. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ, ഇതാണ് ചെറുനാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങൻ്റെ കുരു പെടാൻ പാടില്ല. കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എത്രത്തോളം പുളി വേണം, ഈ ഒരു നെല്ലിക്കന്നെ പുളി ഉണ്ടാവും. പക്ഷെ ഇത് ചെറുനാരങ്ങയും ഇതിൽ നമ്മൾ പിഴിഞ്ഞ് ചേർക്കണ്ടോ. ഷുഗറിനൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് ഈ ഒരു ചെറുനാരങ്ങ. പിന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതിനാണ് ഈ നെല്ലിക്കനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ചെറുനാരങ്ങ നീര്. അപ്പോൾ ചെറുനാരങ്ങ നീര് നിങ്ങൾക്ക് വേണ്ടത്ര ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താ അറിയോ, നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെറുക്കൂല. ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കറിവേപ്പില, ചെറുനാരങ്ങ ഒക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് കുടിക്കുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവില്ല കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഷുഗർ ഉണ്ടല്ലോ, എന്നും ഇൻസുലിൻ അടിക്കുക അല്ലെങ്കിൽ ഗുളിക ഇങ്ങനെ കഴിക്കുക, എന്ത് കഴിച്ചാലും 400, 500, 600 ആയിട്ടൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇതൊക്കെ കുടിക്കണതിന് കുഴപ്പമൊന്നുമില്ല, കുടിക്കുക. പക്ഷേ നിങ്ങൾ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് കുടിക്കണമായിരിക്കട്ടെ നന്നാവുക. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നിങ്ങൾ ഡോക്ടറെ നിർദ്ദേശം തേടാൻ നല്ലതാണ് കേട്ടോ. കാരണം ഷുഗർ പേഷ്യൻ്റൊക്കെ ഒരുപാട് പ്രായമായ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു നെല്ലിക്ക 2-3 നെല്ലിക്കൊക്കെ വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് പ്രഷർ നല്ലോണം ഷുഗർ നല്ലോണം ആയി കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടറെ നിർദ്ദേശത്താൽ നിങ്ങൾ കുടിക്കുക. ഇത്രയും ഔഷധ ഗുണങ്ങളുണ്ട്. ഇനി ഷുഗറിന് മാത്രമല്ല, ഒരുപാട് ഗുണം ചെയ്യണമാണ്. ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റ് മാത്രം ഇത് കുടിക്കാൻ നിൽക്കേണ്ട, എല്ലാവർക്കും കുടിക്കട്ടോ. നല്ല കളറ് വെക്കും എന്ന് വെച്ചാൽ നല്ല കളർ വെക്കും. ഗർഭിണികളൊക്കെ ഇത് ഓരോ നെല്ലിക്ക ദിവസവും കഴിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് നല്ല കളറുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആര് കുടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ നെല്ലിക്കൻ്റെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് നല്ലൊരു ശരീരത്തിന് നല്ലൊരു സൗന്ദര്യം, മുഖത്തിനൊക്കെ നല്ലൊരു തിളക്കമുണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യം ഉണ്ടാവും. പിന്നെ ഒരുവിധ അസുഖങ്ങളൊന്നും വന്ന് പെടില്ല. പിന്നെ അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് മാറും. അങ്ങനെ ഒരുപാട് നെല്ലിക്കയ്ക്ക് എണ്ണിയാൽ തീരാത്ത, പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ട്. പിന്നെ പുണ്ണ് കരിഞ്ഞു പോകും. പണ്ടൊക്കെ പുണ്ണ് കരിയാൻ വേണ്ടി വേഗം നെല്ലിക്ക കഴിക്കലേനി. പിന്നെ ഇപ്പം കറിവേപ്പിലാണല്ലോ ഇത് ചേർക്കുന്നത്, കറിവേപ്പില, ഇഞ്ചി, അതും നമുക്ക് ഒരുപാട് ഗുണമുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ വീഡിയോ വലുതാവുന്നുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.